കുട്ടികളെ, സാമൂഹ്യശാസ്ത്രം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിക്കുന്നത് ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ പാഠമായ ലോകം 20-ാം നൂറ്റാണ്ടിൽ വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി എന്ന പാഠമാണ്. ഈ പാഠത്തിൽ നിങ്ങൾ 2 ലോകയുദ്ധങ്ങളെക്കുറിച്ചും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും പഠിച്ചു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ശീതസമരം, ചേരിചേരാ പ്രസ്ഥാനം, പശ്ചിമേഷ്യ, കോൾഡ് വാർ, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, വെസ്റ്റ് ഏഷ്യ എന്നീ ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബെർണാഡ് ബറൂച്ചാണ്. വാൾട്ടർ ലിപ്മാൻ എഴുതിയ ശീതസമരം എന്ന ഗ്രന്ഥം ഇതിന് കൂടുതൽ പ്രചാരം നൽകി. ഇനി എന്താണ് ശീതസമരം? അതിലേക്ക് നയിച്ച സാഹചര്യം എന്തായിരുന്നു? അമേരിക്കയിലും സോവിയറ്റ് യൂണിയനിലും 2 വ്യത്യസ്ത സാമൂഹ്യ സ്ഥിതിയായിരുന്നു നിലനിന്നിരുന്നത്. അമേരിക്കയിൽ മുതലാളിത്ത വ്യവസ്ഥിതിയും സോവിയറ്റ് യൂണിയനിൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയുമായിരുന്നു. ഈ 2 വ്യവസ്ഥിതികൾ തമ്മിൽ ആശയപരമായിട്ട് ധാരാളം ഭിന്നതകൾ ഉണ്ടായിരുന്നു. എന്നാൽ 2ാം ലോക യുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും എല്ലാ ഭിന്നതകളും മറന്ന് ഫാഷിസത്തിനെതിരെ ഒരുമിച്ച് പോരാട്ടം നടത്തി. യുദ്ധത്തിനു ശേഷം ഈ 2 രാജ്യങ്ങളും വീണ്ടും പഴയ പോലെ തന്നെ ഭിന്നിച്ചു. അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകി. സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്കും നേതൃത്വം നൽകി. ഈ 2 ചേരികളും തമ്മിലുണ്ടായ കടുത്ത അഭിപ്രായ ഭിന്നതകളാണ് ശീതസമരത്തിലേക്ക് നയിച്ചത്. ഇനി എന്താണ് ശീതസമരം? പരസ്പരം ശത്രുത പുലർത്തിയ മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം. ശീതസമരം യുദ്ധത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ അവസ്ഥ ആയിരുന്നില്ല. ആശയപരമായ വെറുപ്പും രാഷ്ട്രീയ അവിശ്വാസവുമായിരുന്നു നിലനിന്നിരുന്നത്. കോൾഡ് വാർ. The USA and the USSR that formed anti-fascist alliance during the Second World War parted from each other after the war. The USA floated a new alliance of capitalist countries while the USSR led socialist nations. These 2 blocs, capitalist bloc and socialist bloc, that represented contradictory ideas, continued their political and diplomatic wars. This enmity based on ideological conflict and diplomatic confrontations was called the Cold War. The enmity of 2 blocs based on ideological conflict and diplomatic confrontations was called Cold War. ശീതസമരകാലത്ത് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും അമേരിക്കൻ ചേരിയുടെയോ സോവിയറ്റ് ചേരിയുടെയോ ഭാഗമായി നിലകൊണ്ടു. ഈ 2 ചേരികളും സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചു. അമേരിക്കയും സഖ്യകക്ഷികളും രൂപീകരിച്ച സൈനിക സഖ്യങ്ങളായിരുന്നു നാറ്റോ, സീറ്റോ, സെൻറ്റോ മുതലായവ. സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും നേതൃത്വം നൽകിയ സൈനിക ചേരിയായിരുന്നു വാഴ്സ ഉടമ്പടി, വാഴ്സോ പാക്റ്റ്. ഈ സൈനിക സഖ്യങ്ങൾ രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും ഭീഷണി ഉയർത്തി. രാജ്യങ്ങൾ അതിമാരകമായ ആണവായുധങ്ങൾ വരെ നിർമ്മിക്കാൻ തുടങ്ങി. ഇതോടെ അന്താരാഷ്ട്ര രംഗം കൂടുതൽ സംഘർഷഭരിതമായി. ശീതസമരകാലത്ത് അന്താരാഷ്ട്ര രംഗത്ത് സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ചേരിചേരാ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ചേരിചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കളാണ് ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടിറ്റോ, അഹമ്മദ് സുകാർണോ. ഇവരാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ശില്പികൾ. ഫൗണ്ടേഴ്സ് ഓഫ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്: ജവഹർലാൽ നെഹ്റു ഇൻ ഇന്ത്യ, ഗമാൽ അബ്ദുൽ നാസർ ഇൻ ഈജിപ്ത്, മാർഷൽ ടിറ്റോ ഇൻ യുഗോസ്ലാവ്യ
ആൻഡ് അഹമ്മദ് സുക്കാർണോ ഇൻ ഇന്തോനേഷ്യ. എന്താണ് ചേരിചേര പ്രസ്ഥാനം? അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകം രണ്ട് ശാക്തിക ചേരികളായി എന്നും അതിൻ്റെ ഫലമായിട്ടുണ്ടായ ശീതസമരത്തെക്കുറിച്ചും പഠിച്ചല്ലോ. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഒരുപാട് രാജ്യങ്ങൾ സ്വതന്ത്രമായി. ഇവർ മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാകാതെ നിലകൊണ്ടു. ഈ രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരിചേര പ്രസ്ഥാനം. രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും നിരവധി രാജ്യങ്ങൾ സ്വതന്ത്രമായി. മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാകാതെ നിലകൊണ്ട ഈ രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരിചേര പ്രസ്ഥാനം. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ മെനി ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് became independent. The liberated nations decided not to join any of the blocs and formed the non-aligned movement. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഒരു ചേരിയിലും ചേരാതെ നിലകൊണ്ടത്? ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? എന്തൊക്കെയായിരുന്നു? ശീതസമരം സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു രൂപമാണെന്നും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. സൈനിക സഖ്യങ്ങളും വൻ ശക്തികളുടെ ആയുധ മത്സരവും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് ഇവർ തിരിച്ചറിഞ്ഞു. യുദ്ധവും സംഘർഷവുമില്ലാത്ത ലോകത്തിന് മാത്രമേ സാമൂഹികമായും സാമ്പത്തികമായും മുന്നേറാൻ കഴിയൂ എന്ന തിരിച്ചറിവും ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ഇടയാക്കി. The circumstances that led to the formation of non-aligned movement. Cold War was yet another phase of imperialism and that it would threaten world peace. The rise of superpowers for weapons and a stronger military force would pose harm to them. Only a world sans wars and conflicts accelerates economic and social development. These situations, liberated nations formed non-aligned movement. ഇനി എന്നാണ് ചേരിചേര പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്? 1955 ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേര പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. 1961 ബൽഗ്രേഡിൽ വെച്ച് ചേരിചേര രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്നു. The idea of non-aligned movement was developed at the meeting held Bandung in Indonesia in 1955. The first conference of the non-aligned countries was held in Belgrade in 1961. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് ചേരിചേരായ്മ ആവശ്യപ്പെടുന്നത്. ചേരിചേരാ നയം നിഷ്പക്ഷതാ നയമോ ഇടപെടാതിരിക്കൽ നയമോ ആയിരുന്നില്ല, മറിച്ച് അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ഇടപെടാനാണ് ചേരിചേരായ്മ ആവശ്യപ്പെടുന്നത്. ഈ ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തിന് ഇടയാക്കിയത് കൊളോണിയലിസം അഥവാ കോളനി ഭരണം, രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം. പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളാണ് ചേരിചേര പ്രസ്ഥാനത്തിന് വഴിയൊരുക്കിയത്. അപ്പോൾ കൊളോണിയലിസവും അതുപോലെ തന്നെ ശീതയുദ്ധവും ഇന്ന് നിലവിലില്ല. ഇത് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തിക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ലോക രാഷ്ട്രീയത്തിൽ പങ്കാളികളായി അന്തർദേശീയ ബന്ധങ്ങളെ ജനാധിപത്യവൽക്കരിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് പശ്ചിമേഷ്യ. നമ്മൾ പത്രവാർത്തകളിലൊക്കെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെക്കുറിച്ചൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടത് പാലസ്തീൻ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങൾ എന്നും പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതിന് കാരണം എന്തായിരുന്നു? എന്താണ് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് കാരണമായത്? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് യാസർ അറഫാത്തിൻ്റെ ചിത്രമാണ്. 1974 UN അസംബ്ലിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു പ്രസിദ്ധമായ ഭാഗമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഒരു കയ്യിൽ സമാധാനത്തിൻ്റെ ഒലിവിലയും മറു കയ്യിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. പാലസ്തീൻ എന്നുള്ള രാജ്യം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടിത്തരണമെന്നുള്ള ആവശ്യം കൊണ്ടാണ് യാസർ അറഫാത്ത് അന്ന് UN അസംബ്ലിയിൽ ഇങ്ങനെ പ്രസംഗിച്ചത്. ടുഡേ ഐ കെയിം ബിയറിംഗ് ആൻ ഒലിവ് ബ്രാഞ്ച് ഇൻ വൺ ഹാൻഡ് ആൻഡ് ദ ഫ്രീഡം ഫൈറ്റേഴ്സ് ഗൺ ഇൻ ദ അതർ. Don't let the olive leaves fall from my hand. This is an extract from the speech delivered by the chairman of the PLO, Yasser Arafat, in the UN Assembly. എന്തായിരുന്നു പാലസ്തീൻ്റെ പ്രശ്നം? എന്തുകൊണ്ടാണ് പശ്ചിമേഷ്യയിൽ ഇന്നും സംഘർഷങ്ങൾ നിലനിൽക്കുന്നത്? എന്തായിരുന്നു? അതാണ് നമ്മൾ ഈ ഫ്ലോ ചാർട്ടിൽ കാണിക്കുന്നത്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പശ്ചിമേഷ്യ തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കിയുടെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടൻ്റെ അധീനതയിലായി. പിന്നെ ബാൽഫർ പ്രഖ്യാപനം, സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണം, ഇസ്രായേലിൻ്റെ രൂപീകരണം, ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾ, പാലസ്തീൻ വിമോചന സംഘടനയുടെ രൂപീകരണം, ഇത്രയുമാണ് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളുടെ കാരണം എന്തായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഒന്നാം ലോക യുദ്ധം വരെ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശം തുർക്കിയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായി. ഒന്നാം ലോക യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായിട്ട് പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം നൽകാമെന്ന് അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചു. ഇതാണ് ബാൽഫർ പ്രഖ്യാപനം എന്ന് അറിയപ്പെടുന്നത്. ഒന്നാം ലോക യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായിട്ട് പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം നൽകാമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയായ ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചു. ഇതാണ് ബാൽഫർ പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. Until the First World War, the territory including Palestine was part of the Turkish Empire. Turkey was defeated in the war. Britain took over the region. The Jews helped Britain in the war. Then British Foreign Secretary Arthur Balfour declared the establishment of a Jewish nation in West Asia as a reward. It is known as Balfour Declaration. ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക. ജൂതർക്കൊരു രാജ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജൂതർക്ക് സ്വന്തമായൊരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ദ ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഹോംലാൻഡ് ഫോർ ദ ജ്യൂസ്. ദിസ് ഈസ് നോൺ ആസ് സിയോണിസം. ഈ സമയത്ത് ജൂതർക്ക് സ്വന്തമായൊരു രാജ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജൂതന്മാരെ ഹിറ്റ്ലർ കൂട്ടക്കൊല നടത്തിയതും അതുപോലെ തന്നെ ഹോളോകാസ്റ്റ് പോലെയുള്ള കൂട്ടക്കൊല പോലെയുള്ള സംഭവങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ ഹിറ്റ്ലറുടെ പീഡനങ്ങളും ജൂതർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്ന ആവശ്യത്തിൻ്റെ തീവ്രത കൂട്ടി. അങ്ങനെ ജൂതന്മാർക്ക് വേണ്ടി 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ചു. ഇതിനെ തുടർന്ന് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങളുണ്ടായി. എന്തിനാണ് ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ യുദ്ധം നടത്തിയത്? വെറുതെ നടത്തുമോ? ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചത് പാലസ്തീനിലാണ്. പാലസ്തീനിലെ ഒരു കൂട്ടം ആളുകളെ കൂട്ടക്കൊല ചെയ്തും അടിച്ചമർത്തിയും പാലസ്തീൻ്റെ ഒരു ഭാഗത്താണ് ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചത്. ഇസ്രായേൽ പാലസ്തീനെ കൈവശപ്പെടുത്തി. ജന്മനാട്ടിൽ നിന്ന് പുറത്താകേണ്ടി വന്ന പാലസ്തീൻകാർ
വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ അഭയം തേടി. ഫോർമേഷൻ ഓഫ് ഇസ്രായേൽ. We have already discussed the assault and cruelty of Hitler towards the Jews. This intensified the demand for a separate Jewish state. In 1948, the nation Israel was formed. Consequently, many wars broke out between Israel and Arab nations. Israel captured Palestine, expelling the Palestinians from their homeland. The Palestinian refugees migrated to various Arab countries. ഇസ്രായേലിൻ്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് പാലസ്തീൻ വിമോചന സംഘടന. അപ്പോൾ ജൂതന്മാർക്ക് സ്വന്തമായൊരു രാജ്യമുണ്ടാക്കാൻ വേണ്ടി സിയോണിസ്റ്റ് പ്രസ്ഥാനം, അതുപോലെ പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് പാലസ്തീൻ വിമോചന സംഘടന. യാസർ അറഫാത്താണ് ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. Palestine Liberation Organization was formed Yasser Arafat with an objective of establishing a nation for the Palestinians. A movement called Palestine Liberation Organization. നിരവധി രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം, അതായത് ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചതോടുകൂടെ പാലസ്തീനികൾക്ക് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇസ്രായേലും പാലസ്തീനും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായി. നിരവധി രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച കരാറാണ് ഓസ്ലോ കരാർ. ഈ കരാർ പ്രകാരം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകി. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും നടപ്പാക്കിയിട്ടില്ല. After a series of bloodsheds, Israel agreed in principles to recognize Palestine as a free nation. This agreement, mediated by the US, is called Oslo Pact. But the provisions in the pact are yet to be implemented. ഇപ്പോഴും പാലസ്തീൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ധാരാളം വാർത്തകൾ നമ്മൾ കാണാറുണ്ട്, അല്ലേ? ഒരുപാട് പേർ ദിനം പ്രതി പാലസ്തീനിൽ കൊല്ലപ്പെടുന്നു. പാലസ്തീനികളുടെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഇതുവരെ ഒരു ലോക സംഘടനയ്ക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ശീതസമരത്തെക്കുറിച്ചും ചേരിചേരാ പ്രസ്ഥാനത്തെക്കുറിച്ചും പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് പഠിച്ചത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും നോട്ട് കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കുക.